ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഒരു ചെറിയ കുഗ്രാമത്തിലാണ് വീരഭദ്ര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ലേപാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മികച്ച വാസ്തുവിദ്യയുടെയും കലയുടെയും മാതൃകയാണിത്. തൂങ്ങിക്കിടക്കുന്ന തൂണുകളും ഗുഹ അറകളും നിങ്ങളെ അമ്പരപ്പിക്കുന്ന വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ് ഇത്. ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സത്തയായിരുന്ന ലേപാക്ഷി സാംസ്കാരികമായും പുരാവസ്തുപരമായും പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് വീരഭദ്രന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലിന്റെ പ്രധാന സ്ഥലമായി പ്രവർത്തിക്കുന്നു. പ്രസിദ്ധമായ ഫ്രെസ്കോകളും ചുവർച്ചിത്രങ്ങളും അടങ്ങിയ കാലാതീതമായ കലയുടെ പ്രദർശനമാണ് ലേപാക്ഷി ക്ഷേത്രം. ക്ഷേത്രത്തെ അദ്വിതീയമാക്കുന്നതും സന്ദർശിക്കേണ്ട സ്ഥലവുമാക്കുന്ന മറ്റൊരു കാര്യം മാ സീതയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാൽപ്പാടാണ്. ക്ഷേത്രത്തിനുള്ളിൽ കാലുകുത്തുമ്പോൾ തന്നെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ നേർക്കാഴ്ചകൾ ചിത്രാവിഷ്കാരങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സംഗീതജ്ഞരുടെയും സന്യാസിമാരുടെയും രൂപങ്ങൾ മുതൽ പാർവതിയുടെയും ശിവന്റെയും രൂപങ്ങൾ വരെ പുരാവസ്തുപരവും കലാപരവുമായ വൈഭവത്തിന്റെ ആകർഷണമാക്കുന്ന എല്ലാം ലേപാക്ഷി ക്ഷേത്രത്തിലുണ്ട്. വാസ്തുവിദ്യാ പ്രാധാന്യം കൂടാതെ സ്കന്ദ പുരാണമനുസരിച്ച് ക്ഷേത്രം ഒരു ദിവ്യക്ഷേത്രമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശിവന്റെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം. മഹത്തായ വിജയനഗര കാലഘട്ടത്തിലെ 490 വർഷം പഴക്കമുള്ള ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിനും അതിമനോഹരമായ സവിശേഷതകൾക്കും ഏകശിലാശില്പങ്ങൾക്കും പേരുകേട്ടതാണ് ലേപാക്ഷി. ഐതിഹ്യം അനുസരിച്ച് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റ പക്ഷി ജടായു വീണത് ഇവിടെയാണ്. ആന്ധ്രാപ്രദേശിലെ രായലസീമ മേഖലയിലെ അനന്തപൂർ ജില്ലയിൽ കർണാടകയിലെ ബംഗളൂരു നഗരത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് കേവലം 120 കിലോമീറ്റർ അകലെയാണ് ലേപാക്ഷി. ബംഗളൂരുവിൽ നിന്ന് ഒരു വാരാന്ത്യ യാത്രക്കോ ഒരു ദിവസത്തെ യാത്രക്കോ ഉള്ള നല്ലൊരു സ്ഥലമാണിത്. ബംഗളൂരുവിന് ചുറ്റും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ലേപാക്ഷി. ആന്ധ്ര കർണാടക അതിർത്തിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലേപാക്ഷിയിലെ ക്ഷേത്രം ശ്രീ വീരഭദ്ര സ്വാമി ക്ഷേത്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അവിടെ എല്ലാ ദിവസവും പൂജകളും മറ്റ് പുണ്യചടങ്ങുകളും നടക്കുന്നു. ആ കത്ത് ശിവന്റെ അഗ്നിരൂപതയാണ് ശ്രീ വീരഭദ്രസ്വാമി എന്ന് പറയുന്നതു. ശിവൻ, വിഷ്ണു, പാർവതി, മറ്റ് ഹൈന്ദവ ദൈവങ്ങൾ എന്നിവയുണ്ട്. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച കലാപരമായ നേട്ടങ്ങളാണ് ലേപാക്ഷിയുടെ വാസ്തുവിദ്യയും ശില്പങ്ങളും ചിത്രങ്ങളും. ആർക്കിടെക്ചർ, പെയിന്റിംഗ്, ടെക്സ്റ്റൈൽ ഡിസൈൻ എന്നിവയിലെ പ്രശസ്തരായ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിജയനഗര കാലഘട്ടത്തിലെ മറ്റ് മതസ്മാരകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ക്ഷേത്രം. ഒന്നുകിൽ രൂപഭേദം വരുത്തുകയോ അല്ലെങ്കിൽ അവയുടെ യഥാർത്ഥ കൊത്തുപണികളും സീലിംഗ് പെയിന്റിങ്ങുകളും നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ലേപാക്ഷിയിലുള്ളവ അത്ഭുതകരമാം വിധം കേടുപാടുകൾ കൂടാതെയാണ് ഇന്നും ക്ഷേത്രം നിലനിൽക്കുന്നതു. ഏകദേശം 1540 സിസ്റ്റർ വിജയങ്കര രാജാവായ അച്യുതദേവരായരുടെ സേവനത്തിൽ പേനുകൊണ്ടയിലെ ഗവർണർമാരായിരുന്ന വിരൂപണ്ണയും വീരണ്ണയും സഹോദരങ്ങൾ. ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ പാപനാശേശ്വര ക്ഷേത്രം വളരെ പഴക്കമുള്ളതാണ്. ഇത് സ്കന്ദപുരാണത്തിൽ പോലും പരാമർശിക്കപ്പെടുന്നു. മുഴുവൻ വീരഭദ്രസ്വാമി ക്ഷേത്ര സമുച്ചയവും പൂർണ്ണമായും ഒരു വലിയ പാറയിലോ കുന്നിന്റെ വലിയ കരിങ്കിൽ പ്രതലത്തിലോ നിർമ്മിച്ചിരിക്കുന്നതായി തോന്നുന്നു. ഈ ക്ഷേത്ര സമുച്ചയവും ഇതിലെ നിർമ്മിതികളും നിലകൊള്ളുന്ന ഗ്രൗണ്ട് തുടർച്ചയായി പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു വലിയ കരിങ്കിൽ കുന്നാണെന്ന് നിങ്ങൾ ഇവിടെ നേരിട്ട് സന്ദർശിച്ചാൽ കാണാം. ലേപാക്ഷിയിലെ പ്രശസ്തമായ തൂക്കുസ്തംഭം ശ്രീകോവിലിനു മുന്നിലുള്ള മണ്ഡപത്തിൽ മനോഹരമായി കൊത്തിയെടുത്ത തൂണുകൾ എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു അദ്ഭുത വിസ്മയം തന്നെയാണ്. എന്നിരുന്നാലും ഈ മനോഹരമായ രംഗമണ്ഡപത്തിനുള്ളിലെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു തൂണാണ് ലേപാക്ഷിയിലെ അറിയപ്പെടുന്ന തൂക്കുതൂണാണിത്. ഈ അത്ഭുതകരമായ സ്തംഭം മേൽക്കൂരയിൽ നിന്ന് പൂർണ്ണമായും തൂങ്ങിക്കിടക്കുന്നതായി കാണാം. ഒറ്റനോട്ടത്തിൽ ഈ രംഗമണ്ഡപത്തിൽ മനോഹരമായ ശില്പം ചെയ്ത മറ്റൊരു തൂണായി ഇത് തോന്നാം. പക്ഷേ നിങ്ങൾ അതിന്റെ അടിവശം സൂക്ഷ്മമായി നോക്കുമ്പോൾ മാത്രമേ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകൂ. അവിടെ അത് നിലത്ത് കിടക്കുന്നതായി തോന്നുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് പേപ്പറോ ഒരു തുണിയോ അതിനടിയിൽ കടത്താൻ ശ്രമിക്കാം. അപ്പോൾ മനസ്സിലാകും തൂണ് നിലത്ത് മുട്ടിയിട്ടില്ല എന്ന്. ഈ സ്തംഭം സ്ഥാപിച്ചതിന്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ്. പക്ഷേ തീർച്ചയായും അത് ചിന്തിച്ചു നിർമ്മിച്ച ആളുകളുടെ ചാതുര്യത്തിന്റെ അടയാളം തന്നെയാണ്. ഈ അത്ഭുതകരമായ തൂങ്ങിക്കിടക്കുന്ന സ്തംഭം അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അല്പം മാറിയതായി തോന്നുന്നു. ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ അത് എങ്ങനെ സ്ഥാപിച്ചുവെന്ന് അറിയാനുള്ള ഒരു പരാജയപ്പെട്ട ശ്രമത്തിൽ അത് നീക്കാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. മുഴുവൻ ക്ഷേത്രവും അതിനുള്ളിലെ ഘടനകളും സാധാരണ വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിലുള്ളതാണ്. വിദഗ്ധമായി കൊത്തിയെടുത്ത കരിങ്കൽ ശില്പങ്ങളും ഘടനകളും വിമാനവും ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഇഷ്ടികയും പ്ലാസ്റ്ററും താഴികക്കുടങ്ങളും ഇപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് പുനഃസ്ഥാപിച്ചതായി തോന്നുന്നു. എന്നാൽ പുനരുദ്ധാരണത്തിന് ശേഷവും കൈകളോ തലയോ ഇല്ലാതെ കേടായ കൊത്തുപണികൾ അതേപടി നിലനിൽക്കുന്നതിനാൽ പുനരുദ്ധാരണം ചില സ്ഥലങ്ങളിൽ അപൂർണമാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ലേപാക്ഷി സന്ദർശിക്കുമ്പോൾ കർണാടകയിലെ ഹംപിയിലെ വിജയനഗരത്തിന്റെ മഹത്തായ അവശിഷ്ടങ്ങൾ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓർക്കും. ഹംപിയുടെ അവശിഷ്ടങ്ങളിൽ മുകളിൽ ചുവപ്പ് കലർന്ന ഇഷ്ടിക താഴികക്കുടങ്ങൾ ഇപ്പോഴും കാണാം. പുരാതന ഇന്ത്യൻ ഇതിഹാസമായ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ രാവണനാൽ പരിക്കേറ്റ ജടായു വീണ സ്ഥലത്താണ് ലേപാക്ഷിയിലെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഐതിഹ്യമനുസരിച്ച് തെലുഗു ഭാഷയിൽ എഴുന്നേൽക്കുക,
പക്ഷി എന്നർത്ഥം വരുന്ന ലേ പക്ഷി എന്ന് ഭഗവാൻ രാമൻ വിളിച്ചു പറഞ്ഞു. വീണുപോയ ജടായുവിനെ കണ്ടു. അതിനാൽ സ്ഥലത്തിന്റെ പേരിലേക്ക് നയിച്ചു. അതിമനോഹരമായ വാസ്തുവിദ്യ ആണ് ഇവിടെ. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത വിജയനഗര മഹാരാജ്യത്തിലെ അച്യുതരായയുടെ 1530 മുതൽ 1542 വരെ ഭരണകാലത്ത് രാജകീയ ട്രഷററും ഉദ്യോഗസ്ഥനുമായിരുന്ന വിരൂപണ്ണനെതിരെ ആരോപണമുണ്ട്. ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന ട്രഷറിയിൽ നിന്ന് രാജാവിന്റെ അനുമതിയില്ലാതെ ഫണ്ട് എടുക്കുന്നു. രാജാവ് ഇതറിഞ്ഞപ്പോൾ വിരുപ്പണ്ണയുടെ കുറ്റം നിമിത്തം അന്ധനാക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഇതറിഞ്ഞ വിരുപ്പണ്ണൻ തന്റെ കണ്ണ് നീക്കം ചെയ്തുകൊണ്ട് സ്വയം ശിക്ഷ വിധിച്ചു. അകത്തെ ചുറ്റുമതിലിലെ പടിഞ്ഞാറൻ ഭിത്തിയിലെ 2 കണ്ണുകളും പറിച്ചതിനു ശേഷം ഭിത്തിയിലേക്ക് എറിഞ്ഞു. ഇപ്പോഴും ചോരയൊലിക്കുന്ന കണ്ണുകളിൽ നിന്നുള്ള രക്തക്കറകൾ ചുറ്റുമതിലിൽ കാണാം. ഇതേ തുടർന്ന് ക്ഷേത്രത്തിലെ ജോലികൾ നിലച്ചു. പണിതീരാത്ത കല്യാണ മണ്ഡപം അല്ലെങ്കിൽ സമുച്ചയത്തിലെ പ്രധാന ക്ഷേത്രത്തിന് പുറകിലുള്ള കല്യാണ മണ്ഡപം, അവിടെയും ഇവിടെയും മറ്റ് പൂർത്തിയാകാത്ത നിർമ്മിതികൾ ആ നിർഭാഗ്യകരമായ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നു. വിരുപണ്ണ അധികകാലം നിലനിന്നില്ല. ഈ ഐതിഹ്യമനുസരിച്ച് ഈ ഗ്രാമത്തെ ലേപാക്ഷി അല്ലെങ്കിൽ ലേപാക്ഷി എന്ന് വിളിക്കുന്നു, അതായത് കണ്ണു കാണാത്ത ഒരു ഗ്രാമം. എന്നിരുന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക രേഖ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അച്യുതരായയുടെ കീഴിൽ ഉദ്യോഗസ്ഥനും ട്രഷററുമായിരുന്ന വിരൂപണ്ണനാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പൂർത്തിയാകാതെ കിടക്കുന്ന കല്യാണ മണ്ഡപം പൂർത്തിയാക്കാൻ വിരുപ്പണ്ണന് കഴിഞ്ഞിട്ടില്ലെന്ന് പരാമർശിക്കുന്നു. പൂർത്തിയാകാത്തതിന്റെ കാരണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പുരാണങ്ങൾ അനുസരിച്ച് വിരൂപണ്ണന്റെ കാലത്തിനും വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു. സാലുവേമ്മടി നരസിംഹ AD 1490 മുതൽ 1506 വരെ ഭരണകാലത്തെ ഒരു പ്രധാന സംഭാവന രേഖ. വിരുപ്പണ്ണന് 50 വർഷം മുമ്പ് പാപനാശേശ്വര ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന സ്കന്ദപുരാണത്തിലെ പ്രസ്താവന സ്ഥിരീകരിക്കുന്നു. ഇതിനർത്ഥം പാപനാശേശ്വര ക്ഷേത്രം ഇതിനകം ഇവിടെ നിലവിലുണ്ടായിരുന്നുവെന്നും വിരുപണ്ണ ഇവിടെ നിലവിലുള്ള ക്ഷേത്രം കൂടുതൽ വികസിപ്പിക്കുകയായിരുന്നുവെന്നുമാണ്. പാപനാശേശ്വരനെ കൂടാതെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ വീരഭദ്ര, രഘുനാഥ പ്രതിഷ്ഠകളും ഗർഭഗൃഹവും അന്തരാള എന്നിവയുണ്ട്. തൂണുകളുള്ള മണ്ഡപം കൂടാതെ പാർവതി, രാമലിംഗ, ഹനുമലിംഗ എന്നിവർക്കുള്ള മറ്റ് ഉപദേവാലയങ്ങളുമുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗങ്ങളും അതിനുള്ളിലെ ചില ഘടനകളും ഒരിക്കലും പൂർത്തിയായിട്ടില്ല. ഒരു ശിലാപീഠമുണ്ട്, അത് ഒരു ചെറിയ നന്ദിയെ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണയായി ഒരു ശിവക്ഷേത്രത്തിനോ ശ്രീകോവിലിലോ എതിർവശത്ത് ഒരു നന്ദി സ്ഥാപിക്കും. നന്ദി അതിന് നേരെ അഭിമുഖമായി, പ്രധാന ക്ഷേത്ര കവാടത്തിന് നേരെ എതിർവശത്ത്. പീഠത്തിന്റെ മേൽക്കൂരയോ മറയോ താങ്ങി നിർത്താൻ ആസൂത്രണം ചെയ്യാമായിരുന്ന ഒരു ചെറിയ അലങ്കരിച്ച ഏകാന്ത സ്തംഭവുമുണ്ട്. വിരുപ്പണ്ണയ്ക്ക് ഒരു ദാരുണമായ വിധി നേരിടേണ്ടിവന്ന കഥ പറയുന്നതുപോലെ നിർമ്മാണം അതേപടി നിർത്തി. ക്ഷേത്രത്തിനു പിന്നിലെ പൂർത്തിയാകാത്ത കല്യാണ മണ്ഡപത്തിന്റെ തൂണുകൾ ഇപ്പോഴും മേൽക്കൂരയില്ലാതെ വെളിയിൽ കിടക്കുന്നു. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ പല ഘടനകളും അപൂർണമാണെങ്കിലും ലേപാക്ഷി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ശ്രീ വീരഭദ്രസ്വാമിയുടെ ക്ഷേത്ര സമുച്ചയമാണ് ഏറ്റവും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. വീരഭദ്രസ്വാമി ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ പ്രധാന മുഖമണ്ഡപ നർത്തകരും സംഗീതജ്ഞരും വിവിധ വാദ്യോപകരണങ്ങളുമായി സങ്കീർണമായ കൊത്തുപണികളുള്ള തൂണുകൾ നിങ്ങളെ ആകർഷിക്കും. 100 തൂണുകളുള്ള ഹാളിൽ വിജയനഗര മാതൃകയിലുള്ള ഡിസൈനുകൾ ഉപയോഗിച്ചാണ് ഗ്രാനൈറ്റ് സീലിംഗ് നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ വിജയനഗര രാജാക്കന്മാരുടെ മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകളാണ് സീലിംഗിന്റെ മറ്റൊരു സവിശേഷത. പ്രധാന ശ്രീകോവിലിനു മുമ്പിലുള്ള സീലിംഗിൽ 24 മുതൽ 14 വരെ അടി നീളമുള്ള വീരഭദ്രന്റെ ഒരു ചിത്രവുമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സീലിംഗ് പെയിന്റിംഗുകളുടെയോ മ്യൂറലുകളുടെയോ ചില ചിത്രങ്ങൾ ചുവടെയുണ്ട്. പാർവതി കല്യാണം കിരാതാർജുനീയ 6ാം നൂറ്റാണ്ടിലോ അതിനുമുമ്പോ ഉള്ള ഭരവിയുടെ ഒരു സംസ്കൃത ഇതിഹാസ കാവ്യം. കിരാതത്തിന്റെ വേഷത്തിൽ അർജുനനും പരമശിവനും തമ്മിലുള്ള യുദ്ധത്തെ വിവരിക്കുന്ന ഒരു സംസ്കൃത ഇതിഹാസകാവ്യമാണ് ഈ സീലിംഗ് പെയിന്റിംഗുകൾ. വസിക്കുന്ന വേട്ടക്കാരൻ. കൂടാതെ അർജുനൻ പരമശിവനിൽ നിന്ന് ദിവ്യമായ പാശുപാസ്ത്ര ആയുധം സ്വീകരിക്കുന്നു. ശിവന്റെ വ്യത്യസ്ത അവതാരങ്ങളും മറ്റ് വിഷയങ്ങളും. ഈ സീലിംഗ് പെയിന്റിംഗുകൾ വിജയനഗര ചിത്രകലയുടെ ഏറ്റവും മികച്ച സംരക്ഷിത ഉദാഹരണങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പെയിന്റിംഗുകൾ നല്ല നിലയിലല്ല. കാരണം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കാലാവസ്ഥയും സീലിംഗിലെ ഗ്രാനൈറ്റ് ബ്ലോക്കുകളിലെ വിടവിലൂടെ വെള്ളം ഒഴുകുന്നതും കാരണം അവ ക്രമേണ മോശമായ അവസ്ഥയിലാണ്. അവർ തീർച്ചയായും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ അർഹരാണ്. അപ്ഡേറ്റ്: ദി ഹിന്ദുവിലെ ഒരു വാർത്താ റിപ്പോർട്ട് അനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2017 മുതൽ 18 വരെ സാമ്പത്തിക വർഷത്തിൽ രാസചികിത്സയിലൂടെ ഈ പെയിന്റിംഗുകൾ സംരക്ഷിക്കാൻ 2020 മുതൽ 21 വരെയിൽ ഷെഡ്യൂൾ ചെയ്ത മറ്റൊരു കോഡ് ഉപയോഗിച്ച് നടപടികൾ സ്വീകരിച്ചു. 20 അടി ഉയരവും 30 അടി നീളവുമുള്ള ഒരു കൂറ്റൻ ഏകശിലാ നന്ദി. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഒരു കൂറ്റൻ നന്ദി. ഈ കൂറ്റൻ നന്ദി മോണോലിത്തിക് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണ്. പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ പടിഞ്ഞാറ് അഭിമുഖമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കൂറ്റൻ ഏകശിലാ നന്ദി അതിമനോഹരമായ ത്രിമാന മോണോലിത്തിക് ശില്പമാണ്. അത് വളരെ വൈദഗ്ധ്യത്തോടെയും നൈപുണ്യത്തോടെയും കൊത്തിയെടുത്തതാണ്. ശിവന്റെ വാസസ്ഥലമായ കൈലാസത്തിന്റെ കാവൽ ദേവനായ നന്ദിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശില്പകലയുടെ മഹത്തായ സൃഷ്ടിയാണിത്.
ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും മഹത്തായ മാസ്റ്റർ പീസുകളിൽ ഒന്നാണിത്. ചരിത്രത്തിലും പൈതൃക വിഭാഗത്തിലും സൂചിപ്പിച്ചതുപോലെ പാപനാശേശ്വര ക്ഷേത്രം സ്കന്ദപുരാണത്തിലും പരാമർശിച്ചിരിക്കുന്നുണ്ട് ക്ഷേത്രം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ഗണപതി ശില്പം ഉൾക്കൊള്ളുന്ന ഈ മണ്ഡപം ലേപാക്ഷിയിലെ അപൂർണമോ പൂർത്തിയാകാത്തതോ ആയ നിരവധി ഘടനകളിൽ ഒന്നായി കാണപ്പെടുന്നു. ഈ നിർമ്മിതികൾക്ക് തൊട്ടടുത്ത് ഏകശിലാരൂപത്തിലുള്ള നാഗലിംഗത്തിന് പിന്നിൽ പൂർത്തിയാകാത്ത കല്യാണ മണ്ഡപം കാണാം. ലേപാക്ഷിയിലെ പൂർത്തിയാകാത്ത മനോഹരമായ ഹാളാണ് ഇത്. ഇത് പൂർത്തിയാകാത്തതാണെങ്കിലും ശില്പികളുടെ മികച്ച കരകൗശല വിദ്യ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ പൂർത്തിയാകാത്ത ഹാളിന്റെ പിൻഭാഗത്ത് മണ്ഡപം പോലെയുള്ള ഒരു ഉപവിഭാഗത്തിൽ മേൽക്കൂരയുണ്ട്. പൂർത്തിയാകാത്ത ഈ വിവാഹ മണ്ഡപത്തിന് തൊട്ടുപിന്നിൽ ഒരു സാധാരണ വിജയനഗർ ശൈലിയിലുള്ള ചതുരാകൃതിയിലുള്ള സീലിംഗ് സ്ലാബിനെ പിന്തുണയ്ക്കുന്ന 4 പ്ലെയിൻ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഉയരമുള്ള ഒരു മണ്ഡപം കാണാം. ഈ ചെറിയ മണ്ഡപത്തിൽ ഒരു ശിലാഫലകമുണ്ട്. അതിൽ ഭഗവാൻ ഹനുമാന്റെ കൊത്തുപണികൾ കൊത്തിവച്ചിട്ടുണ്ട്. ഈ ഹനുമാൻ പവലിയന്റെ പീഠത്തിന്റെ അടിഭാഗം ആനകളുടെ രൂപങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി ഒരു വരിയിൽ നടക്കുന്നു. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ഉത്സവങ്ങൾ, പ്രധാന ആചാരങ്ങൾ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണ സമയങ്ങളിൽ മാറ്റത്തിന് വിധേയമാണ്. ആദ്യ പൂജ ശിവലിംഗത്തിനും പിന്നീട് വീരഭദ്രനും സമർപ്പിക്കുന്നു. പ്രഭാത സമയത്ത് ഭഗവാൻ ബാലരൂപമായും സന്ധ്യാസമയത്ത് മീശയിൽ നായകനായും പ്രത്യക്ഷപ്പെടുന്നു. ഭക്തർ ഭഗവാനും അമ്മയ്ക്കും അഭിഷേകം നടത്തുകയും വസ്ത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. അവർ മധുരമുള്ള ശർക്കര പൊങ്കൽ നിവേദ്യം വാഗ്ദാനം ചെയ്യുന്നു. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെന്ന പോലെ ഇവിടെയും ഭഗവാന്റെ താമര കൊണ്ടുള്ള സദാരി അനുഗ്രഹം ഭക്തർക്ക് സമർപ്പിക്കുന്നു. വെറ്റിലയാണ് ക്ഷേത്രത്തിലെ പ്രസാദം. വിമാനമാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ബാംഗ്ലൂർ വിമാനത്താവളമാണ് അടുത്തുള്ള വിമാനത്താവളം. 98 കിലോമീറ്ററാണ്. ട്രെയിനിൽ അനന്തപൂർ റെയിൽവേ സ്റ്റേഷൻ 123 കിലോമീറ്റർ, ബാംഗ്ലൂർ കാൻഡ് റെയിൽവേ സ്റ്റേഷൻ 119 കിലോമീറ്റർ, മദനപ്പള്ളി 123 കിലോമീറ്ററാണ്. റോഡ് വഴി അനന്തപൂർ 120 കിലോമീറ്റർ, ഹിന്ദുപൂർ 13.9 കിലോമീറ്റർ, ബാംഗ്ലൂർ 122 കിലോമീറ്ററാണ്.